ഹായ് കൂട്ടുകാരെ, നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഔഷധ ഗുണമുള്ള 2 തരം കറികൾ വയ്ക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഒന്ന് ചൊറിതണത്തിൻ്റെ കറി, ഒന്ന് താള് കറി. ഇത് നമുക്ക് കർക്കിടക മാസം അല്ലാത്ത മാസത്തിലും വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. എന്നാൽ കർക്കിടക മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഈ കറി ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. നമുക്ക് ചൊറിതണം എല്ലാം പറിച്ചെടുക്കാം. ഇതെല്ലാം കവറിൽ മുളച്ചിട്ടുള്ളതാണ്. ചെറുതായി മുളച്ച് വരുമ്പോൾ ഞാനൊന്നും കളയാണ്ട് വെച്ചതാണ്. ചൊറിതണം നല്ലോണം ചൊറിയും, അതുകൊണ്ട് അതിൻ്റെ തണ്ട് മാത്രം പിടിച്ചിട്ട് മെല്ലെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തോരനും വയ്ക്കാൻ പറ്റും കൂട്ടുകാരെ. ഇത് ഓരോന്നായി എടുത്ത് കത്രിക ഉപയോഗിച്ച് അതിൻ്റെ തണ്ടിൽ മാത്രം പിടിച്ചിട്ട് നമ്മൾക്ക് ഇല മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഇലകൾ നല്ലവണ്ണം തിരഞ്ഞതിനു ശേഷം കഴുകിയെടുക്കാം. ഇതൊരു കത്രിക വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം. കുറച്ച് പരിപ്പ് കഴുകിയെടുത്ത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി എല്ലാം കൂടിയിട്ട് വേവിച്ചെടുക്കാം. ഈ കറിക്ക് നമുക്കൊരു അരപ്പുണ്ടാക്കാം. കുറച്ച് തേങ്ങയും ജീരകവും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. പരിപ്പെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചൊറിതണം ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കാം. കടുക് വറുത്ത് കൊടുക്കാം. ചൊറിതണത്തിൻ്റെ പരിപ്പിൻ്റെയും കൂടി കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ചേമ്പിൻ താൾ കൊണ്ടുള്ള കറി ഉണ്ടാക്കാം. 2 തരത്തിലുള്ള ചേമ്പിൻ താളുണ്ട്. ഒന്ന് പച്ച നിറത്തിലുള്ളതും ഒന്ന് വയലറ്റ് നിറത്തിലുള്ളതും. ഇതിൻ്റെ തോലെല്ലാം നമുക്ക് ചീകിയെടുക്കാം. മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. മുറിച്ച ചേമ്പിൻ താൾ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലവണ്ണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാളൻ പുളി ഒഴിച്ചു കൊടുക്കാം.
2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം തേങ്ങ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ കറി തൈര് ഒഴിച്ചും ഉണ്ടാക്കാം. അപ്പോൾ വാളൻപുളിയുടെ ആവശ്യമില്ല. തേങ്ങ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. കടുക് വറുത്തിടാം. സ്വാദിഷ്ടമായ ചേമ്പിൻ താളി കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ കൂട്ടുകാരെ.